നമസ്കാരം. അങ്ങനെ നവംബർ മാസത്തെ കേരള PSCയുടെ കലണ്ടർ വന്നിരിക്കുകയാണ്. ഈ കലണ്ടറിനകത്തിലും നമ്മൾ പ്രതീക്ഷിച്ച ചില എക്സാമുകൾ മാറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതിലാദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് കേരള PSC ഇതാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2026 ഓഗസ്റ്റ് മാസം 4, 5, 6, 10, 19, 22 എന്നീ തീയതികളിൽ നിന്ന് മാറ്റിവെച്ച പരീക്ഷകൾ യഥാക്രമം നവംബർ മാസം 3, 4, 5, 6, 19, 21 എന്നീ ദിവസങ്ങളിൽ നടക്കുമെന്നും 2026 സെപ്റ്റംബർ 14, 18കളിലായി വെച്ചിരുന്ന അസിസ്റ്റന്റ് ജയിലറും എക്സൈസ് ഇൻസ്പെക്ടറും ഈ രണ്ട് പരീക്ഷകൾ നവംബർ മാസം 11, 17 തീയതികളിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുമുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പരീക്ഷകൾ നവംബർ മാസത്തെ കലണ്ടറിലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി റിവൈസ്ഡ് കലണ്ടറിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഡിസംബറിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. നിലവിൽ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഡിഗ്രി ലെവലിൽ ഈ ഒരു കലണ്ടറിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിലവിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ പരീക്ഷ ഇതാണ്. 451/2025 കാറ്റഗറി നമ്പറിലുള്ള അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് മെയിൻസ് പരീക്ഷയാണ്. 14/9/2026 വെച്ച പരീക്ഷ പോസ്റ്റ് പോണ്ട് ചെയ്ത് നവംബർ മാസത്തേക്ക് മാറ്റിയതാണ്. എക്സാം നടക്കുന്നത് 11/11/2026 അതൊരു വെനസ്ഡേ ആണ്. കൺഫർമേഷൻ ആവശ്യമില്ല, ഓൾറെഡി കൺഫർമേഷൻ വന്നിട്ടുള്ളതാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷയുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ ഓൾ ടിക്കറ്റ് 27/10/2026 വരിക. ഇനി രണ്ടാമത്തെ പരീക്ഷ വരുന്നത്, രണ്ടാമത്തത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയാണ്. ഇവിടെയാണ് കിടക്കുക. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷ 28/9/2026 പരീക്ഷയാണ്. അത് 17/11/2026 മാറ്റിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 11ഉം 17ഉമാണ് ഡിഗ്രി ലെവലിലെ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾ. ബാക്കി ഒരു പരീക്ഷകളെ പറ്റിയിട്ടും ഇവിടെ പരാമർശമില്ല. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും പരാമർശമില്ല. ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബറിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നടക്കുക. അപ്പം നിലവിൽ ഡിഗ്രി പ്രിലിംസിൽ പരീക്ഷ നടക്കുമെന്ന് PSC പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ. 1 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്, 2 അസിസ്റ്റന്റ് ജയിലർ ആണ്, 3 എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരീക്ഷകൾ എന്നാണ് എന്നും സബ് ഇൻസ്പെക്ടർ എന്നാണ് എന്നുമുള്ള വിവരം വന്നിട്ടില്ല. ഓക്കെ, SBCIDയും ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷകൾ എന്ന് പറയുന്നത് കേരള PSC നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട പരീക്ഷകൾ, അവയുടെ ഷോർട്ട് ലിസ്റ്റുകൾ യഥാക്രമം PSC പുറത്തുവിടേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു കാലതാമസം വീണ്ടും PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം 2026 മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ അവസാനിച്ചത് അല്ലേ? മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിംസ് കഴിഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷകളുടെ റിസൾട്ട് ഇടാനായിട്ട് ജൂലൈ, ഓഗസ്റ്റ് ഈ 2 മാസങ്ങൾ കഴിയുകയാണ്. ഇനി സെപ്റ്റംബർ മാസത്തേക്കാണ് പോവുക. ഇനി ഓണമായി സെപ്റ്റംബർ മാസം. ഇപ്പൊ സെപ്റ്റംബർ, ഒക്ടോബറിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നടക്കേണ്ടത്. അപ്പോൾ വലിയൊരു കാലതാമസം ഷോർട്ട് ലിസ്റ്റുകളെ സംബന്ധിച്ച് കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നന്നായി പഠിക്കാനുള്ളവരുടെ ഒരു ഊർജ്ജത്തെ കൂടി അത് ബാധിക്കുമെന്നുള്ള കാര്യം PSC മനസ്സിലാക്കേണ്ടതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിസംബർ മാസത്തേക്ക് പോകുമെന്നുള്ളതാണ്. പക്ഷേ ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ ഡിസംബർ മാസത്തിലേക്ക് പോയിട്ടില്ല. പരമാവധി ഒക്ടോബർ മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് പരീക്ഷകൾ പൂർത്തിയാക്കുന്ന ഒരു ശീലം PSCക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. പക്ഷേ വളരെ വേഗം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കത് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. എന്തായാലും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അപ്പോൾ എക്സാമിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യം വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പറ്റുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഒക്ടോബറിലാണ്. ആ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം നമ്മൾ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. കമ്പനി ബോർഡും ബാക്കിയുള്ള പരീക്ഷകളും അതിനോടനുബന്ധമായിട്ട് നടക്കുമെന്നുള്ളത് ഉള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മറ്റെന്ത് അപ്ഡേറ്റുകൾ വന്നാലും അത് ഈ ചാനലിലൂടെ നിങ്ങളെ ആദ്യം എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടണും അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഇതുവരെയും സൂപ്പർ നോട്ട്സിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമുണ്ട്. 20% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 20% ഡിസ്കൗണ്ടോടുകൂടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സാണോ, ഇപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ കോഴ്സുകളുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കോഴ്സുണ്ട്, യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന കോഴ്സുകളുണ്ട്, യൂണിഫോം കോഴ്സുകൾക്കുള്ള കോഴ്സുകളുണ്ട്, LDC ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഏത് കോഴ്സിലേക്കാണോ വേണ്ടത് ആ കോഴ്സ് സെലക്ട് ചെയ്ത് ഓണം 2026 ഗ്യാപ്പ് ഇല്ലാതെ ഓണം 2026 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ മറ്റ് കാര്യങ്ങൾ നമുക്ക് വഴിയെ PSCയുടെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം മറ്റൊരു സെഷനിൽ കാണാം. ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ഓഫർ നിങ്ങൾ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം വരുന്നുണ്ട് എങ്കിൽ 8281223366 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.